നമ്മളുടെ വീട്ടിലെല്ലാം മാസത്തിൽ ഒന്നോ രണ്ടോ തുണികളെങ്കിലും നമ്മൾ കളയേണ്ടി വരുമല്ലേ? നമുക്ക് വേണ്ടാത്തതായിട്ട് വരും. നമ്മൾ കുറേയൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നതും മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ കീറിപ്പോകുക, അതുപോലെ കളറ് ഫെയ്ഡായി പോയിരിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വെറുതെ കളയാനേ സാധിക്കുള്ളൂ അല്ലേ? വേസ്റ്റിലേക്ക് കൊണ്ട് ഇടുക എന്ന് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് അത് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഷർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു മാസത്തേക്കുള്ള നമുക്ക് വേണ്ട വീട്ടിലേക്ക് ക്ലീനിങ്ങിന് വേണ്ടുള്ള സാധനങ്ങൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അല്ല, ഈവൻ നിങ്ങൾക്ക് ഷർട്ട് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു ഷോൾ ആണെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക നൈറ്റി ആണെങ്കിൽ കൂടി നമുക്ക് ഒരു മാസത്തേക്ക് ക്ലീനിങ്ങിനുള്ള സാധനങ്ങൾ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. ഏതെങ്കിലും ഒരു ടിപ്പെങ്കിലും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ട് വരും. അപ്പം ഞാൻ ഈ ഒരു ഷർട്ടിൻ്റെ ഈ ഒരു പോക്കറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഷേപ്പിന് നല്ലതുപോലെ തന്നെ വെട്ടിയെടുക്കുന്നുണ്ട്. നമ്മൾ എന്താണെങ്കിലും ഇത് ചെയ്ത് വെച്ചാൽ ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ഒരു കാര്യം ചെയ്തു തരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തിനൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. എല്ലാം എനിക്ക് വീഡിയോയിൽ കാണിച്ചു തരാനായിട്ട് സാധിക്കില്ല. അപ്പം ഞാൻ നല്ല ഷേപ്പിന് ഞാനിവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ആ അരികു ഭാഗമൊക്കെ നല്ലതുപോലെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളുടെ ഷർട്ടിൻ്റെ ബട്ടണുള്ള ഭാഗം എടുക്കരുത് ഒരിക്കലും. ബട്ടൺ ഇല്ലാത്ത ഭാഗമില്ലേ, ആ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഇങ്ങനെ ഷേപ്പ് ഒക്കെ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്കിത് പുറത്ത് പോകുമ്പോഴും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്ക് നല്ല ഭംഗിയാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഷർട്ടിൻ്റെ ബട്ടൺ ഇല്ലാത്ത ഭാഗം ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. ബട്ടണുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇരിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ബട്ടണില്ലാത്ത ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് തയ്ച്ച് എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് പിന്നു കൊണ്ട് പിൻ ചെയ്തെടുത്താലും മതി കേട്ടോ. മുട്ടുസൂചിയോ അല്ലെങ്കിൽ പിന്നു കൊണ്ടോ ഇതുപോലെ നിങ്ങൾ ഒന്ന് പിൻ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് തുന്നിയെടുത്താലും മതി. രണ്ട് തുന്നൽ മാത്രമേ ഉള്ളൂ, 2 മിനിറ്റ് കാര്യമേ ഉള്ളൂ കേട്ടോ. വളരെ അധികമൊന്നും പാടൊന്നുമില്ല. തുന്നിയെടുത്തു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ആകുമ്പം അത് അവിടെ ഇരുന്നിട്ട് അത് തുരുമ്പ് വരാനും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വെറുതെ കളയുന്ന സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു ആവശ്യം നമുക്ക് നിറവേറുവാനും സാധിക്കുന്നതാണ് അല്ലേ. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ മനസ്സിനും ഒരു സന്തോഷമാണ്. നമ്മളുടെ കാര്യങ്ങൾ നമുക്കൊരു മനസ്സിനൊരു പോസിറ്റിവിറ്റി കിട്ടാനായിട്ട് ഇത് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാനിത് ഇവിടെ തുന്നിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് ബാഗിൽ നമുക്ക് ചില്ലറ പൈസ ഇട്ട് വയ്ക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം പല രീതിയിൽ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്ന നമ്മളുടെ ഫോണ് നമ്മൾ പലപ്പോഴും വെക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ വെക്കുമ്പം അത് നിലത്തേക്ക് വീഴാനായിട്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയാൽ ഇതുപോലെ നിങ്ങൾ തൂക്കിയിട്ടാൽ മതി കേട്ടോ. യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നല്ല സേഫായിട്ട് നമ്മുടെ ഫോൺ ഇരിക്കുന്നതാണ്. അത് വീണു പോകുമെന്നുള്ള പേടിയൊന്നും ഇല്ലാതെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഈ ഒരു സാധനം ഉപയോഗപ്രദമാണ്. നമുക്കിത് പുറത്ത് കൊണ്ടുപോയി ഉപയോഗിക്കാനും യാതൊരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ പോകുമ്പം ഇത് കുത്തിവെക്കാൻ സ്ഥലമില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് പ്ലഗിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി. അടുത്തതായിട്ട് ഈ ഒരു ഷർട്ടിൻ്റെ ഈ ഒരു കൈഭാഗം അതിൽ ബട്ടൺ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറേ വയറുകൾ നമ്മളിപ്പോൾ അയൺ ബോക്സിൻ്റെ ആകട്ടെ അല്ലെങ്കിൽ മിക്സിയുടെ ആകട്ടെ എന്തിൻ്റെ നമുക്കിങ്ങനെ അലസമായി കിടക്കുന്ന
കിടക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഇതുപോലുള്ള വയറുകൾ ഇതുപോലെ നമുക്ക് സേഫായിട്ട് ഇതുപോലെ പിൻ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കുമ്പോഴും വളരെ എളുപ്പത്തിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കും, നല്ല കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നത് കൊണ്ട്. അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ഷർട്ടിൻ്റെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഒരു തുണി കൊണ്ട് തന്നെ മാക്സിമം ഞാനിവിടെ കാണിച്ച് തരുന്നുണ്ട്. ഞാൻ അത് പറയാം, മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു തുണിയെങ്കിലും നമ്മൾ കളയും, വെറുതെ കളയും, കീറുക, പിഞ്ഞിപ്പോകുക, കളർ ഫെയ്ഡായി പോകുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അപ്പോൾ ഞാൻ ആ ഒരു കൈയുടെ ഭാഗം ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട്. ഷർട്ട് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മളെ കയ്യിലുള്ള ഏതൊരു തുണിയും, നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള ഏതൊരു തുണിയും, ഷോൾ ആകട്ടെ അല്ലെങ്കിൽ നമുക്ക് ഈവൻ നമ്മളുടെ നൈറ്റി ആകട്ടെ, എന്താണെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. നമ്മൾ ഭംഗിക്കൊന്നും കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, നമ്മൾ ആ കിച്ചണിലെ കാര്യങ്ങൾക്കല്ലേ എടുക്കുന്നത്. കട്ടിയുള്ള ഭാഗങ്ങൾ എടുക്കാതെ, തുന്നലുള്ള ഭാഗങ്ങൾ എടുക്കാതെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അടുക്കളയിൽ എന്നും ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ടിഷ്യൂ പേപ്പർ അല്ലേ. നമ്മുടെ ഏതൊരു കാര്യത്തിനും നമ്മൾ അപ്പം എടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഇത് ടിഷ്യൂ പേപ്പറായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ടിഷ്യൂ പേപ്പറിൻ്റെ ബോക്സ് ഉണ്ടെങ്കിൽ അത് എടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കളയാൻ വെച്ചേക്കുന്ന ഏതെങ്കിലും ഒരു കണ്ടെയ്നർ എടുത്താൽ മതി. എന്നിട്ട് നടുവിനെ അതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഓരോ തുണികളും ഇതുപോലെ നിങ്ങളൊന്ന് ചുരുട്ടി എടുക്കുക. ഒന്നിൻ്റെ മേളിൽ ഇതുപോലെ അതിൻ്റെ ആ തുമ്പത്തെത്തുമ്പോൾ ഒരെണ്ണം കൂടെ വെച്ച് കൊടുത്താൽ അതുപോലെ നമ്മളൊന്ന് എല്ലാം ചുരുട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന എളുപ്പത്തിന് വേണ്ടിയാണ് ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. നമുക്കപ്പോൾ പെട്ടെന്ന് നമുക്ക് ജോലിൻ്റെ ഇടയിലാണെങ്കിലും അത്യാവശ്യം കൈ തുടക്കാനും, അതുപോലെ നമ്മൾ എന്താ പറയണത്, പെട്ടെന്ന് എന്തെങ്കിലും അടുപ്പമേ തിളച്ചു പോയാലും ഒക്കെ നമുക്ക് ഇതെടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈവൻ നമ്മളുടെ മുട്ടയൊക്കെ പൊട്ടി നിലത്തേക്ക് വീണാൽ പോലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുകൊണ്ട് ക്ലീൻ ചെയ്ത് ഈ ഒരു തുണി നമുക്ക് കളയാം. ഇത് തുണി കളഞ്ഞാലും മണ്ണിൽ ദ്രവിച്ച് പൊയ്ക്കോളും. നമ്മൾ ടിഷ്യൂ പോലെ തന്നെ നമ്മളുടെ തുണികളും ദ്രവിച്ച് പൊയ്ക്കോളുമല്ലോ. ഇത് കോട്ടൺ തുണികളാണ് ഞാൻ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്ക് സമയം കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ടിഫിൻ ബോക്സ് എടുത്തിട്ട് ഈ ഒരു തുണി നല്ലതുപോലെ നനച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമുക്കത് കൂടുതൽ നല്ല രീതിയിൽ സോഫ്റ്റ് ആകാനായിട്ട് ഇതുപോലെ നമ്മൾ നനച്ച തുണി വെച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ ഒരു തുണി വെച്ചതിന് ശേഷം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ നല്ല സോഫ്റ്റ് ആകും. അല്ല, ഈവൻ നമ്മളുടെ പൊടി കുറച്ച് ബാക്കി വന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴും നമ്മൾ ഇതേ മെത്തേഡ് തന്നെ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നെക്സ്റ്റ് ഡേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ കുഴച്ചുണ്ടാക്കിയ ചപ്പാത്തി പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് സഹായിക്കും. ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ യാതൊരു ടേസ്റ്റ് കുറവും ഉണ്ടാവില്ല. ആ ഒരു നനവുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ, ഇത് കുറേ ദിവസമൊന്നും ഞാൻ വെക്കാൻ പറയില്ല, 3 ദിവസം നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. ആ ഒരു തുണി നനവുള്ളത് കൊണ്ട് തന്നെ 3 ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിലാണെങ്കിലും നിങ്ങൾ വെക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു തണുപ്പ് പോകാനായിട്ട് ഞാൻ ഇതിനു മുമ്പും കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു പാത്രം എടുക്കുക, ആ പാത്രത്തിലേക്ക് നേരിയൊരു ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നിങ്ങൾ വെച്ച് കൊടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ അത് നമ്മൾ ആ തണുപ്പൊക്കെ പോയി കിട്ടാനും പെട്ടെന്ന് നമുക്ക് ജോലി തീർക്കാനും സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നമ്മളുടെ ഗ്യാസ് അടുപ്പിൽ എന്തെങ്കിലും തിളച്ചു പോകുകയോ പൊടി വീഴുകയോ എന്തെങ്കിലും എണ്ണ വീഴുകയോ എന്താണെങ്കിലും ഈ ഒരു തുണിയെടുത്ത് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഈ തുണി ഉപയോഗിക്കേണ്ട കാര്യമില്ല, നമുക്കത് ഡസ്റ്റ്ബിന്നിലേക്ക് ഇട്ട് കളയാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മളുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന തുണി കൊണ്ട് തുടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഇതുപോലെ ടിഷ്യൂ ഉപയോഗിക്കുന്ന എന്ത് കാര്യത്തിനും ഇതുപോലെ തുണി കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾ എടുക്കുക. ഇപ്പോൾ യൂണിഫോമിൻ്റെ പാൻറ്റ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ എടുത്താൽ മതി. നല്ല തുണി, നല്ല ഒരു എന്താ പറയുക, നല്ല കട്ടിയുള്ള തുണിയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന ജോലി നല്ല ക്ലീനായിട്ട് കിട്ടാനായിട്ട്. ഇത്തിരി ഈട് നിൽക്കുന്ന തുണികളാണെങ്കിൽ കളറൊക്കെ ഫെയ്ഡായി പോയതാ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം പിന്നിപ്പോയിട്ടൊക്കെ നമുക്ക് കളയാൻ വെച്ചേക്കുന്ന ഇതുപോലുള്ള പാൻറ്റുകൾ എടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് റബ്ബർ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടിഭാഗത്ത് ഒരു ഓട്ട ഇതുപോലെ നേരിയ ഒരു ഓട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത്
പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു കാര്യമാണ് കാണിച്ചു തരുന്നത്. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷർട്ടിൻ്റെ ആ ഒരു സൈഡ് ഭാഗം ഇതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പിൻ ചെയ്താണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. നേരത്തെ നിങ്ങൾക്ക് തുന്നി കാണിച്ചു തന്നുകൊണ്ട് ഇപ്പോൾ പിൻ ചെയ്ത് 2 ഭാഗം വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളുടെ അടുക്കളയിലുള്ള ഈ ഒരു കവറുകൾ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ, നമുക്കത് ഒതുക്കി പറക്കി വെക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരെണ്ണം തപ്പുമ്പോൾ എല്ലാം കൂടെ നമ്മൾ കബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് വരും അല്ലേ. അപ്പോൾ ഇതുപോലെ നല്ല നീറ്റിന് മടക്കിയെടുത്തത് ഇതുപോലെ മേളിൽ ഓരോന്നായിട്ട് മടക്കിയെടുത്തിട്ട് നമ്മൾ മടക്കിയെടുത്തതിന് ശേഷം നമ്മളുടെ ആ ഒരു ഉണ്ടാക്കിയ ആ സഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് ആ ഒരു ഓട്ടയുടെ ഭാഗത്ത് ഒരു തുമ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് അത്യാവശ്യത്തിന് പെട്ടെന്ന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. വളരെ എളുപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമല്ല, വലിച്ചു വാരി നമ്മളുടെ കബോർഡിൻ്റെ ഉള്ളൊന്നും കിടക്കേയില്ല. നമ്മളുടെ കാണുന്ന സ്ഥലത്ത് കയ്യെത്തും ദൂരത്ത് നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ. യാതൊരു അഭംഗി ഉണ്ടാവില്ല. കുറേ വേസ്റ്റ് അടുക്കളയിൽ കബോർഡിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. നല്ല ഒതുക്കി പറക്കി വെക്കാനായിട്ട് ഇതുപോലെ സഹായിക്കും. ഇത് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇപ്പോൾ ഒരു കാര്യമാണ് കാണിച്ചു തന്നത്. അതുപോലെ അടുത്തതായിട്ട് നമുക്ക് ആ ഒരു പാൻറ്റിൻ്റെ തന്നെ ഒരു കാൽഭാഗമാണ് നമ്മൾ എടുത്തത് നേരത്തെ. ഇനി ഒരു കാൽഭാഗമുണ്ട്. ആ ഭാഗം നമ്മൾ ഇതുപോലെ വൈപ്പറിൻ്റെ ആ ഒരു അളവിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട്. വെട്ടിക്കൊടുത്തതിന് ശേഷം ഇത് വെച്ച് നോക്കിയാൽ ആ നടുവിന് ഒരു വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ വെട്ടിട്ട് കൊടുക്കാം. നമുക്ക് ഏറ്റവും പണി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യത്തിനാണ് നമ്മൾ ഇതെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം കൊണ്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു വൈപ്പറിൻ്റെ ആ ഒരു ഭാഗം ആ കോൽ ഊരിയതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ നടുവിനെ ഓട്ടയുള്ള ഭാഗത്ത് ഇതുപോലെ വെച്ച് ആ കോല് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് വൈപ്പർ ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ലല്ലോ, എല്ലാവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ക്ലീനിങ് മോപ്പായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. വെള്ളം നല്ലപോലെ നനച്ചതിന് ശേഷം നമുക്ക് വീട് തുടച്ചെടുക്കാനും വളരെ നല്ലതാണ്. ഒന്ന് അഴിഞ്ഞു പോകുകയോ നീങ്ങി പോകുകയോ ഒന്നും ചെയ്യില്ല, നല്ല ക്ലീനായിട്ട് കിട്ടും. അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മൾ സോക്സ് കൊണ്ടൊക്കെ ഇതിനു മുമ്പുള്ള വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട്. അതിനൊന്നുമല്ല, നമ്മളുടെ ബാത്റൂമിൻ്റെ ടൈല്, നമ്മളുടെ ഫുള്ള് ടൈല് മതിൽ മൊത്തം നമുക്ക് കഴുകിയെടുക്കാന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പണിയാണ് അല്ലേ. അതുമല്ല കൈയൊന്നും എത്തൂല, മേളിലേക്കൊന്നും നമുക്ക് കൈയൊന്നും എത്തില്ല അല്ലേ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു സൊല്യൂഷൻ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് ബാത്റൂം ക്ലീനിങ്ങിൻ്റെ വീഡിയോയിൽ. ആ സൊല്യൂഷൻ ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് ഞാൻ മതിൽ നല്ലതുപോലെ നനച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു സൊല്യൂഷൻ അതും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു വൈപ്പർ കൊണ്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കട്ടോ. വളരെ എളുപ്പത്തിൽ കുറേ ഒരച്ചൊന്നും ഈ ഒരു മൂലയൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടാനായിട്ട് സഹായിക്കും. വളരെ എളുപ്പമായിട്ട് നമുക്ക് തോന്നും കേട്ടോ. വളരെ എളുപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കൈ എത്താത്ത മേളിലൊക്കെ നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ട് കഴുകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ബാത്റൂമിൻ്റെ ഡോറും എല്ലാം നല്ല തിളങ്ങാനായിട്ട് കുറേ നേരം ഉരച്ച് ബുദ്ധിമുട്ടണ്ട. അതുപോലെ തന്നെ നമ്മൾ സ്റ്റൂളിട്ട് മേളിൽ കയറണ്ട, ഒന്നും ചെയ്യാതെ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. വിടവുകളിലും കോണറുകളിലും എല്ലായിടത്തും ഈവണായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും. ഇത് ഒന്ന് നല്ലതുപോലെ ഉരച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെറുതെ വെള്ളം ഒഴിച്ച് കഴുകിയെടുത്താൽ മതി. നല്ല തിളങ്ങും ബാത്റൂം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ പറയും വളരെ എളുപ്പമാക്കി തന്നു എന്ന്. സിമ്പിൾ ടിപ്സ്, ഈസി ലൈഫാക്കി തന്നു എന്ന്. അപ്പോൾ നമ്മൾ താഴ്ഭാഗവും ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. വളരെ അധികം അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ താഴ്ഭാഗത്ത് അത് നടക്കില്ല. അതുപോലെ ക്ലോസറ്റിൻ്റെ ചുറ്റിനുമുള്ള അഴുക്കുകളില്ലേ, അതൊക്കെ പോകാനും ഈ ഒരു തുണി കൊണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു തുണി നമുക്ക് വേണമെങ്കിൽ റീയൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ റീയൂസ് ചെയ്യേ വേണ്ട കേട്ടോ. നോക്കിക്കേ, നിങ്ങൾ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. പൊടിയെല്ലാം പോയി, അഴുക്കും പോയി, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് നേരിയ ചൂടുവെള്ളത്തിൽ പുറത്ത് ബക്കറ്റിലിട്ട് നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ റീയൂസ് ചെയ്യാം. ഇല്ല നമുക്കത് ആവശ്യമില്ലെങ്കിൽ നിങ്ങളത് കളഞ്ഞേക്കുക. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കളയാൻ വെച്ചേക്കുന്ന ഒരു തുണിയാണല്ലോ.
അടുത്തതായിട്ട് നമ്മളുടെ ഈ ഒരു ഷർട്ട് കൊണ്ട് തന്നെ ഞാനൊരു സൂത്രം ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഷർട്ട് അല്ല എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഷർട്ട് തന്നെ നമ്മൾ കാണിക്കുന്നത് ഒരു തുണി എങ്ങനെ നമ്മൾ മാക്സിമം ഉപയോഗിക്കാം എന്നാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡ് ഭാഗമൊക്കെ വെട്ടിക്കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ബട്ടണുള്ള ഭാഗം, കോളറിൻ്റെ ഭാഗം, അതുപോലെ ടാഗുകളൊക്കെ ഞാൻ നല്ലതുപോലെ വെട്ടിക്കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ രണ്ടാക്കി മടക്കുക, ഈവണായിട്ട് രണ്ടാക്കി മടക്കി എടുക്കുക. മടക്കി എടുത്തതിന് ശേഷം നമ്മൾ കോല് വെച്ച് നോക്കണം എവിടെയാണ് കറക്റ്റ് പൊസിഷൻ, നടുവിൽ എവിടെയാണെന്ന് നോക്കുക. എന്നിട്ട് റബ്ബർ ബാൻഡ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. 2 or 3 റബ്ബർ ബാൻഡ് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം കത്രിക കൊണ്ട് നമ്മൾ എന്താ പറയുക 2 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളിപ്പോൾ ഷർട്ടിൻ്റെ ഭാഗമാകുമ്പം ഈവണായിട്ട് കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും, പക്ഷേ നല്ല ക്ലീൻ ആയി കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളൊരു നൈറ്റി ആകട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഒരു കോട്ടൺ നമ്മളുടെ ഷോൾ ആകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ ചുരിദാറിൻ്റെ ഭാഗങ്ങളാകട്ടെ, അപ്പോൾ നല്ല ഈവണായിട്ട് നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ. ഷർട്ടാകുമ്പം കുറച്ച് അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഒരു തൂങ്ങി കിടക്കുന്ന പോലെ ഒരു ഭംഗിയില്ല, പക്ഷേ നല്ല ക്ലീൻ ആകുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ചെറിയ ഒരു കോല് ചെയ്തിട്ട് നമുക്ക് നമ്മൾ പൊടി അടിക്കുന്ന ഡസ്റ്ററായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ചെറിയ കോലിലാണെങ്കിൽ നമുക്ക് അങ്ങനെയായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ ജനാലയൊക്കെ തുടക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ പൈസ കൊടുത്ത് പല കാര്യങ്ങളും വാങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കുന്നില്ല നമ്മളെ വീട്ടിലുള്ള കളയാൻ വെച്ചേക്കുന്ന സാധനങ്ങൾ കൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട്. ഒരു 5 or 10 മിനിറ്റ് മതി ഇതുപോലെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ. നമ്മൾ സാധാരണ തുടക്കുന്ന പോലെ തന്നെ നമുക്ക് ക്ലീനായിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടാ. നമ്മൾ ഏത് ലോഷനാണ് ഉപയോഗിക്കുന്നത് അതെടുക്കുക, തുണി മുക്കുക, പിഴിയുക, എന്നിട്ട് തുടക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തുണികൾ റീയൂസ് ചെയ്യുക. ചെയ്തു നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് വഴി മസ്റ്റായിട്ടും അറിയിക്കണം. ഓരോ ടിപ്സും വളരെ ഉപകാരപ്രദമാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.